അഭിനന്ദ പിതാക്കന്മാരെ, സമാരാധ്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആരംഭമാണ്. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ആദരവോ ആശീർവാദമോ കൂടാതെ ഏതാനും ചെറുപ്പക്കാർ അവരുടെ ഭാവിയെ സ്വപ്നം കണ്ട് ഞങ്ങൾക്ക് ഈ സഭയെക്കുറിച്ച് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, ഒരു വേദി ഉണ്ടാവണം എന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തെ സമീപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ആരംഭിച്ചതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. അന്നത്തെയും ഇന്നത്തെയും അവസ്ഥ നോക്കുമ്പോൾ വളരെ വിദൂരം പിന്നിട്ട് കഴിഞ്ഞു. മലങ്കര സഭയിലെ എല്ലാ അധ്യാത്മ സംഘടനകളുടെയും മാതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ടും വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടും അത് മുന്നേറുവാനായിട്ടിടയായത് ഓർക്കുകയാണ്. ഞാനത് ഇവിടെ അയവിറക്കുവാൻ കാരണം, ഇങ്ങനെ ഒരു മാധ്യമ ലോകത്ത് ഒരു കാൽവയ്പ് നടത്തുമ്പോൾ ഒരുപടി ആളുകളെ കാണുകയുള്ളൂ. എന്നാൽ അതിൻ്റെ പ്രസിഡന്റ് തിരുമേനി ആവശ്യപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കുഞ്ചക്കോണം അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ അനേകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നാളുകൾക്കുള്ളിൽ ഇപ്പം മാധ്യമ ലോകം എത്ര വേഗം കുതിച്ചു പായുന്നുവോ അതുപോലെ ഏറ്റവും അനുഗ്രഹകരമായിട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരണം എന്നുള്ളത് ആശംസയും പ്രാർത്ഥനയുമായിട്ട് ഒരുമിച്ച് നെയ്തെടുക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ ഞങ്ങൾ വൈദികരുടെ ഒരു സമ്മേളനം നടത്തി, ഒരു ലീഡർഷിപ്പ് കോൺഫറൻസ് പലപ്പോഴും നടത്താറുണ്ട്. കഴിഞ്ഞ ഒരു പ്രാവശ്യം നടന്നതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുകയാണ്. അതിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അതിന് നേതൃത്വം നൽകാൻ. അതിൽ 3 പേര് മലയാളികളായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് എൻ്റെ അടുത്തേക്ക് ഈ 3 പേരും കൂടെ കടന്നു വന്ന് ഒരു മാസിക എടുത്ത് കാട്ടിയിട്ട് ഇതിലെ 20 or 21 പേജ് തിരുമേനി ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് നീക്കി. അതിൻ്റെ തലക്കെട്ട് 21st century ഈസ് ഫോർ ഓർത്തഡോക്സി എന്നുള്ളതാണ്. ഒരു പലസ്തീനക്കാരൻ ആന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. കാര്യകാരണ സഹിതം അത് വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചു. ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ കൊച്ചു പഠനം നടത്തുന്ന അവസരത്തിലും യൂറോപ്പിൽ പലപ്പോഴും യാത്ര ചെയ്തപ്പോഴുമൊക്കെ പല ഓർത്തഡോക്സ് സഭകളിലും മറ്റ് പല പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു വന്ന എന്താണ് ഓർത്തഡോക്സി എന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയതിനനുസരിച്ച് മനസ്സ് മാറുകയും ചെയ്ത് വളരെ സമർത്ഥമായി അനുഗ്രഹകരമായി സമർപ്പണത്തോടെ ആ മേഖലയിൽ വളർന്നു വന്നിട്ടുള്ള ധാരാളം പേരെ കാണാനായിട്ടിടയായിട്ടുണ്ട്. അതിനൊരു അപവാദമായിട്ട് ഇന്ന് വരെ നിന്നത് എന്ന് എനിക്ക് വേദന തോന്നുന്നത് ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയാണ്. എന്നാൽ ഈ കാൽവയ്പോടുകൂടി അതിനൊരു മാറ്റം വരുമെന്നും അതിനനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഭാരതത്തിലുള്ള ഓർത്തഡോക്സ് സഭയുടെ ദാരിദ്ര്യമല്ല, അതിൻ്റെ വിലപ്പെട്ട സംഭാവനകൾ ലോകരക്ഷകനായ മെശിയ തമ്പുരാൻ്റെ ആണിപ്പാടിൽ കൈ വയ്ക്കുവാനും എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുവാനും സാധിച്ച മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം ഘോഷിക്കുന്ന, അതുപോലെ തന്നെ ആർഷഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിശേഷങ്ങളുമൊക്കെ ഏറ്റുവാങ്ങുവാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു സഭ ഭാരതത്തിലും ലോകത്തിലും എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനും അറിയിക്കാനും ഈ മാധ്യമ സംവിധാനങ്ങൾ അങ്ങേറ്റം സഹായകരമായി തീരും എന്നാണ് എൻ്റെ ബോധ്യം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളരെ ദീർഘനാളത്തെ പ്രസിഡൻറ്റും എൻ്റെ മുൻഗാമിയുമായിട്ടുള്ള അഭിനന്ദ ഡോക്ടർ ഫിലിപ്പോസ് മാർ തേയോഫിലസ് തിരുമേനി ഞാനിപ്പോൾ ഓർക്കുക. അദ്ദേഹം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ 1961 ഡൽഹിയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അസംബ്ലി നടക്കുന്നു. ആ അസംബ്ലി കഴിഞ്ഞിട്ട് അവിടെ വന്ന എല്ലാ ഓർത്തഡോക്സ് മേലധ്യക്ഷന്മാരെയും ഒരുമിച്ച് കൂട്ടി ഒരു വിമാനം ചാർട്ടർ ചെയ്ത് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ കുറേ സമയം ചെലവഴിക്കാനായിട്ടിടയായി. മലങ്കര സഭ ഇത്ര പുരാതനമായ ഒരു സഭ ഭാരതത്തിൻ്റെ ഒരു കോണിലുണ്ട് എന്ന് മറ്റ് ഓർത്തഡോക്സ് സഭകളും ലോക സഭകളും കാര്യമായിട്ട് അറിയുവാനായിട്ട് വളരെ വിലപ്പെട്ട അവസരമുണ്ടാക്കിയത് അതാണ്. അതുകൊണ്ട് ഇവിടെ വിരൽ ചൂണ്ടുന്ന ഈ നീക്കങ്ങളിലൊക്കെ നാളെ ഞാൻ ചെറുതായിട്ട് എങ്കിലും കാണുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സംഭാവനകൾ.
അത് അക്ഷരത്തിലും അനുഭവത്തിലും വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദ തിരുമേനിക്കും പുഞ്ചക്കോണ അച്ഛനും ഈ ടീമിൽ രാവും പകലും അധ്വാനിക്കുന്ന സകലർക്കും വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധവും പൂർണ്ണമായിട്ടുള്ള സമർപ്പണവും നല്ല സാക്ഷ്യത്തിനുള്ള ഒരു ശക്തിയും പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. അതുവഴി ആനന്ദിക്കുവാനും അനുഭവിക്കുവാനും ആവേശത്തോടെ ഏറ്റുവാങ്ങുവാനും വളരെയേറെ കാര്യങ്ങൾ ദൈവം നമുക്ക് കൈമാറട്ടെ എന്നുള്ള ആശംസ, പ്രാർത്ഥന വേർതിരിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.